ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരിയിരുന്നു. മഴ മൂലം 2.5 ദിവസം മാത്രം നടന്ന മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിൻ്റെ വിജയമായിരുന്നു കരസ്ഥമാക്കിയത്. ആദ്യ മത്സരം 280 റൺസിന് ജയിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിലും ജയം സ്വന്തമാക്കിയതോടെ പരമ്പര തൂത്തുവാരാൻ ഇന്ത്യക്ക് സാധിച്ചു. സമനിലയിൽ അവസാനിക്കേണ്ട മത്സരം ഇന്ത്യ വിജയിച്ചതിന് പിന്നാലെ പ്രധാന ലക്ഷ്യമിനി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ തന്നെയാണ്. നിലവിൽ 11 മത്സരത്തിൽ നിന്ന് 8 വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്. എന്നാൽ ഫൈനലിൽ ഇന്ത്യ സീറ്റ് ഉറപ്പിച്ചെന്ന് പറയാറായിട്ടില്ല. ഇന്ത്യക്കിനി ന്യൂസിലാൻഡിനെതിരായ 3 മത്സര ടെസ്റ്റ് പരമ്പര നാട്ടിലും 5 മത്സര ടെസ്റ്റ് പരമ്പര ഓസ്ട്രേലിയയുടെ തട്ടകത്തിലുമാണ് ഇനി ബാക്കിയുള്ളത്. ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സീറ്റ് നേടാൻ ഇനി എത്ര മത്സരം കൂടി ജയിക്കണമെന്ന് നോക്കാം. ടീം ഇന്ത്യയെ സംബന്ധിച്ച് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്തുകയെന്നത് അത്ര പ്രയാസമല്ല. ശേഷിക്കുന്ന 8 ടെസ്റ്റ് മത്സരങ്ങളിൽ 3 മത്സരത്തിൽ മാത്രം ഇന്ത്യക്ക് ജയിക്കാനായാൽ മറ്റ് മത്സരഫലങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്ക് ഫൈനലിൽ സീറ്റ് ഉറപ്പിക്കാം. ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 3 മത്സരങ്ങൾ നാട്ടിൽ നടക്കാനുണ്ട്. ഈ 3 മത്സരത്തിലും ഇന്ത്യക്ക് ജയിക്കാനായാൽ ഓസ്ട്രേലിയൻ പരമ്പരയുടെ മത്സരഫലത്തിന് കാത്തു നിൽക്കാതെ തന്നെ ഇന്ത്യക്ക് ഫൈനലിലേക്ക് എത്താം. എന്നാൽ ബംഗ്ലാദേശിനെതിരെ പരമ്പര തൂത്തുവാരിയ ഇന്ത്യക്ക് ന്യൂസിലാൻഡിനോട് 3 മത്സരങ്ങൾ ജയിക്കേണ്ടത് നിർബന്ധം എന്ന് തന്നെ പറയാം. ഇന്ത്യ 3 മത്സരത്തിലും തോറ്റാൽ പിന്നെ WTC ഫൈനലിലെത്തുക പ്രയാസമായി മാറും. ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഓസീസ് പര്യടനമാണ്. അവസാന 2 തവണയും ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര നേടാൻ ഇന്ത്യക്കായിരുന്നു. എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് തന്നെ പറയാം. ശക്തമായ ടീം കരുത്ത് ഓസ്ട്രേലിയയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുകയെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇക്കാരണത്താൽ തന്നെ ന്യൂസിലാൻഡിനെതിരെ 3 മത്സരത്തിലും വിജയം നേടാനാവും ഇന്ത്യ ശ്രമിക്കുകയെന്നുറപ്പാണ്. 2 മത്സരം ജയിച്ചാലും ഓസീസിനെതിരെ 1 ജയം ഇന്ത്യക്ക് നേടണം. എന്നിരുന്നാലും ഇന്ത്യയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ്. അവസാന 2 തവണയും ഫൈനൽ കളിക്കാൻ ഇന്ത്യക്കായെങ്കിലും 2 തവണയും ഫൈനലിൽ കാലിടറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഫൈനൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്തി ബംഗ്ലാദേശിനെ ഞെട്ടിച്ച ഇന്ത്യ ഏത് ശൈലിയിലും ജയം നേടിയെടുക്കാൻ കരുത്തുള്ളവരുടെ നിരയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു.